ജിബിൻ JB ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ആ സങ്കട കാഴ്ചകൾ പങ്കുവയ്ക്കാൻ. ജിബിൻ, അത്യന്തം വേദനാജനകം. വാക്കുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വിവരിക്കാൻ കഴിയില്ല അവർ അനുഭവിക്കുന്ന വേദന. എന്തൊക്കെ കാഴ്ചകളുണ്ട്, എത്ര സമയമുണ്ട് ഇനി അവിടെ പൊതുദർശനം? പിന്നീട് എപ്പോൾ ചിതയിലേക്ക് അരുൺ ബാബുവിന്റെ മൃതദേഹം എടുക്കും? നിതീഷ് 6 മണിയോട് കൂടി ഈ അരുൺ ബാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ അരുൺ ബാബുവിന്റെ മൃതദേഹം ആദ്യം കൊണ്ടുപോയത് ഭാര്യയും മക്കളുമുള്ള വീട്ടിലേക്കാണ്. അതായത് തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപമുള്ള പൂവത്തൂർ എന്ന് പറയുന്ന വീട്ടിലേക്കാണ് അരുൺ ബാബുവിന്റെ മൃതദേഹം ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ജന്മനാടായ നെടുമങ്ങാട് പനിക്കൂടിന് സമീപമുള്ള കുതിരാത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതശരീരത്തിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ കുറച്ച് വൈകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വലിയ ജനാവലി തന്നെ ഈ അരുൺ ബാബുവിന്റെ മൃതദേഹം കാണുന്നതിന് വേണ്ടിയിട്ടും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അരുൺ ബാബു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായി ഇതേ കമ്പനിയിൽ തന്നെ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തിയ അദ്ദേഹം ഈ കോവിഡ് കാലത്ത് ഒക്കെ തന്നെ നാട്ടിലുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നാട്ടുകാരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ട ആവശ്യ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഈ നാട്ടിൽ ഏറ്റവും അധികം ഓടി നടന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു ഈ അരുൺ ബാബു എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ നാട്ടുകാർ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ കോവിഡ് കാലത്ത് നാട്ടിൽ നിന്നതുകൊണ്ട് തന്നെ വിസ കാലാവധിയൊക്കെ തന്നെ അവസാനിച്ചിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 7 മാസം മുമ്പാണ് അദ്ദേഹത്തിന് ഈ കമ്പനി തന്നെ വീണ്ടും വിസ നൽകുകയും അദ്ദേഹം തിരികെ ഈ കമ്പനിയിലേക്ക് തന്നെ സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് വേണ്ടി പോവുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. 8 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ സഹോദരി മരണപ്പെടുന്നു. തുടർന്ന് ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരിയുടെ കുട്ടി മരണപ്പെടുന്നു. അത്തരത്തിൽ ഒരു 7-8 വർഷത്തിനുള്ളിൽ തന്നെ 4-5 മരണങ്ങളൊക്കെ തന്നെ ഇതേ വീട്ടിൽ നടക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നതൊക്കെ തന്നെ അരുൺ ബാബു ആയിരുന്നു. ആ ഒരു അരുൺ ബാബുവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീടൊന്ന് സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 8 മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഈ വിദേശത്തേക്ക് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം ബാക്കിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണ വാർത്ത ഈ ഒരു കുടുംബത്തെ തേടി എത്തിയിരിക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ മൃതശരീരം തന്നെ ഈ ഒരു ജന്മനാടായ കുര്യാത്തിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വളരെ വളരെ ചെറുപ്പമാർന്ന 2 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. 13 വയസ്സായ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ വേറെ 3 വയസ്സായ ഒരു പെൺകുട്ടിയും മാത്രമാണ് ഈ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളതെന്നാണ് നമുക്ക് അദ്ദേഹത്തിനുള്ളത്. ആ 3 വയസ്സായ കുട്ടിക്ക് സ്വന്തം അച്ഛനാണ് എന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഈ അരുൺ ബാബുവിൻ്റെ മൃതശരീരം ഭാര്യയുടെ വീടായ വട്ടപ്പാറയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ അരുൺ ബാബുവിൻ്റെ ഭാര്യ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂത്ത മകൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇളയ മകൾക്ക് തൻ്റെ അച്ഛനാണെന്നോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനെ ഇനി കാണാൻ സാധിക്കില്ലെന്നോ, അവസാനമായിട്ടാണ് അച്ഛനെ ഇനി കാണാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പോലും തിരിച്ചറിയാൻ പറ്റാതെ എന്താണ് സംഭവം. അതാണ് ഏറ്റവും നമ്മെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നേരത്തെ നമ്മൾ സുമേഷിന്റെ കൊല്ലത്തെ മരണവുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി മുതിർന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ പോലും അറിയുന്നില്ല അച്ഛൻ കണ്ണടച്ചുറങ്ങുകയാണ് എന്ന് വിചാരിക്കുകയാണ്. മരണപ്പെട്ടു, ഇനിയില്ല എന്ന ബോധ്യം അവർക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തതുപോലെയാണ് ഈ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അവർക്ക് പുതിയ ലോകത്തേക്ക് അവരെ കരപിടിപ്പിക്കാൻ വേണ്ടി പോയ ആളുകളൊക്കെയും ദുരന്തമായി തിരിച്ചു വരുന്നു. മരണം അവരെ കവർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണിപ്പോൾ ദുരന്തങ്ങളുടെ തനിയാവർത്തനങ്ങൾ അനുഭവിച്ച തിരുവനന്തപുരത്തെ അരുൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണീരോടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ഒത്തുകൂടുകയാണ്. അവസാനമായി പ്രിയപ്പെട്ടവന് ഒരു പുഷ്പമർപ്പിച്ച് കണ്ണുനീർ പൊഴിക്കാൻ.